ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒന്ന് കണ്ടാലോ? പിന്നെ ലഞ്ചിന് കൊടുത്തു വിട്ടേക്കുന്നത് ചോറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കർണാടക സ്റ്റൈൽ കറിയാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗസ് ചെയ്തോളൂ കേട്ടോ. പ്രത്യേകിച്ച് ഈ കർണാടകയിൽ താമസിച്ച ആ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ പറയുമ്പം. ഇത് ഉണ്ടാക്കിയേക്കുന്നത് മുളപ്പിച്ച മുതിര കൊണ്ടാണ്. ഇപ്പം മുളപ്പിച്ച മുതിര കൊണ്ട് അതായത് മുളപ്പിച്ച മുതിര വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയ കറിയും പിന്നെ അതിൻ്റെ ഒരു ബാക്കി വരുന്ന ആ ഒരു വേവിച്ച മുതിരയും ചീരയും എല്ലാം കൂടി ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു തോരനാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്കൊരു കറിയും സൈഡ് ഡിഷും കിട്ടും കേട്ടോ. അപ്പോൾ ഏതാ കറിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാമല്ലോ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്തു വിട്ടേക്കുന്നത് ഒരു എഗ് സാൻഡ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്നെപ്പോലത്തെ മടിയന്മാർക്കോ മടിച്ചികൾക്കോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്വിക്കായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ റെസിപ്പിയും അതേപോലെ കറിയും തോരനും ഒക്കെ ആയിട്ട് ഞാൻ 3 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. സമയം എളുപ്പം ഒന്ന് കണ്ടു നോക്കൂ.